വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഹൈഡ്രോളിക് മെഷീൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ എന്താണ് ഹൈഡ്രോളിക് മെഷീൻസ്? ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജീനെ, ഹൈഡ്രോളിക് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീൻസ് ആണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഹൈഡ്രോളിക് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീൻസ് ആണ് ഹൈഡ്രോളിക് മെഷീൻസ്. ഹൈഡ്രോളിക് മെഷീൻസിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ടർബൈൻ, രണ്ടാമത്തത് പമ്പ്. ഇതിൽ ടർബൈൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി പമ്പാണെങ്കിലോ മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് മെഷീൻസിൽ ടർബൈനെയും പമ്പിനെയും കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് ടർബൈൻ നോക്കാം. അപ്പോൾ ടർബൈൻസ് നോക്കുന്ന സമയത്ത് നമ്മളൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ലേഔട്ട് പറയുമ്പോഴേ ടർബൈനെ കുറിച്ച് കറക്റ്റ് നമുക്കവിടെ പറയാൻ പറ്റൂ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സിസ്റ്റം അല്ലെങ്കിൽ പവർ പ്ലാന്റ്, അവിടെ എന്താണ് നടക്കുന്നത്? റിസർവോയർ കാണും, അല്ലെങ്കിൽ ഒരു ഡാമിലെന്ന റിസർവോയർ കാണും. ആ റിസർവോയർ നിന്ന് ഇൻടേക്ക് വഴി വെള്ളം എടുക്കുന്നതിനാണ് നമ്മൾ ഇൻടേക്ക് യൂസ് ചെയ്യുന്നത്. ഇൻടേക്കിൽ നിന്ന് വെള്ളം നേരെ പെൻസ്റ്റോക്കിലോട്ട് പോകും. ഇതാണ് പെൻസ്റ്റോക്ക്. ഈ പെൻസ്റ്റോക്കിൽ തന്നെ വാട്ടർ ഹാമർ എഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കൊടുക്കുന്നതാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. സോ ഈ ഫിഗർ നോക്കിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അറിയാം. ഇവിടെ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത് റിസർവോയറിലാണ്. ഓക്കെ, ആ റിസർവോയറിൽ നിന്ന് ഇൻടേക്ക് വഴി പെൻ സ്റ്റോക്കിലേക്ക് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വാട്ടർ ഹാമർ എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടാങ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സർജ് ടാങ്ക് എന്ന് പറയുന്നത്. ആ സർജ് ടാങ്കിൽ നിന്ന് വെള്ളം നേരെ പവർ ഹൗസിലോട്ടാണ് പോകുന്നത്. പവർ ഹൗസിലാണ് നമ്മുടെ ടർബൈൻ ഉള്ളത്. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ആ നോസിൽ വഴി പോയി നേരെ ആ ടർബൈൻ്റെ റണ്ണറിലോട്ട് വീഴുന്നുണ്ട്. ബാക്കി ആ റണ്ണറിൽ വെള്ളം വീഴുന്ന സമയത്ത് അവിടുത്തെ റൊട്ടേഷൻ കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഈ റിസർവോയറിൽ നിന്ന് വന്നു പെൻ സ്റ്റോക്ക് വഴിയൊക്കെ പോകുന്ന സമയത്ത് അത് ഹൈഡ്രോളിക് എനർജിയാണ്. ഈ ഹൈഡ്രോളിക് എനർജിയാണ് നോസിൽ വഴി റണ്ണറിലോട്ട് തട്ടുന്നുണ്ട്. സോ തട്ടുന്ന സമയത്ത് റണ്ണർ അല്ലെങ്കിൽ ബക്കറ്റ്, ഈ ബക്കറ്റ് എന്ന് പറഞ്ഞാലും മതി, ഇതാണ് ആ ബക്കറ്റിൻ്റെ വെയിൻ. അപ്പോൾ ഇതിലോട്ട് തട്ടുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യും? ഈ ഹൈഡ്രോളിക് എനർജി ഒരു മെക്കാനിക്കൽ എനർജിയുടെ ഫോമിലാവും. കാരണം ഒരു റൊട്ടേറ്റിംഗ് എനർജി തന്നെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. സോ റൊട്ടേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള വാട്ടർ എല്ലാം ടെയിൽ റേസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും റിസർവോയറിലൊക്കെ ചെന്ന് ചേരുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. എന്താണ്? ടർബൈനിൽ നിന്ന് ആ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ അത് റിവറിലോട്ടോ സീയിലോട്ടോ എവിടെയെങ്കിലുമൊക്കെ അത് നേരെ ചെന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടേമായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പെൻസ്റ്റോക്കാണ്. പെൻസ്റ്റോക്ക് എന്ന് പറയുമ്പം ഈ വാട്ടർ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പൈപ്പിനെയാണ് നമ്മൾ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. റിസർവോയറിൽ നിന്ന് ടർബൈനിലോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ജനറലി RCCയോ സ്റ്റീലോ ഒക്കെ വച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ അടുത്തത് സർജ് ടാങ്ക് ആണ്. വാട്ടർ ഹാമർ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജ് ടാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഹെഡ് റൈസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ അപ്സ്ട്രീം സൈഡിലുള്ളതെന്ന് വെച്ചാൽ ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റിസർവോയറില്ലേ, അപ്പോൾ അപ്സ്ട്രീം സൈഡിലുള്ള സർഫസിലുള്ള ആ വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ. ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, ഹെഡ് എന്ന് പറയുന്നത് ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വാട്ടർ സർഫസ് അതിൻ്റെ അപ്സ്ട്രീം സൈഡിലുള്ള ആ സ്റ്റോറേജ് റിസർവോയറിൻ്റെ ആ ഒരു ഹൈറ്റ് ഇല്ലേ, അതാണ് ഹെഡ് റൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലെവൽ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ വാട്ടർ സർഫസ് ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദി സ്റ്റോറേജ് റിസർവോയർ. അപ്പോൾ ടെയിൽ റേസ് എന്തായിരിക്കും? വാട്ടർ സർഫസ് ഓഫ് ദി ചാനലിനെയാണ് നമ്മൾ ടെയിൽ റേസ് എന്ന് പറയുന്നത്. ഈ അങ്ങോട്ട് പോകുന്നില്ലേ, ആ റിവറിലോട്ട് എവിടെയെങ്കിലും പോവും എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ഫോമിലോട്ട് ചെന്ന് എത്തിച്ചേരും. അപ്പോൾ അവിടെയുള്ള ആ ഒരു വാട്ടർ സർഫസിനെയാണ് നമ്മൾ ടെയിൽ റേസ് എന്ന് പറയുന്നത്. അത് റിവർ ആവാം, ചാനലാവാം, സീ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അപ്പോൾ ഇതിൽ നമ്മൾ ഹെഡ് എന്ന് എപ്പോഴും പറയുവാണെങ്കിൽ നമ്മളത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹൈറ്റാണ്, അതിൻ്റെ ആ ഒരു ലെവലാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹെഡും അതിൻ്റെ എഫിഷ്യൻസീസിനെ കുറിച്ച് നോക്കാം. ഹെഡ് ആൻഡ് എഫിഷ്യൻസീസ് ആണ്.
ഹെഡ് എന്ന് പറയുന്നതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ഗ്രോസ് ഹെഡാണ്. ഗ്രോസ് ഹെഡ് എന്ന് പറയുമ്പോൾ HG ആണ് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ. അപ്പോൾ ഈ ഗ്രോസ് ഹെഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഹെഡ് റേസിൻ്റെയും ടെയിൽ റേസിൻ്റെയും ആ ഒരു ലെവൽ ഡിഫറൻസിനെയാണ് ഗ്രോസ് ഹെഡ് എന്ന് പറയുന്നത്. ഇത് വാട്ടർ ഒന്നും ഫ്ലോ ചെയ്യാണ്ടിരിക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് ഗ്രോസ് ഹെഡ് അറിയാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് എ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെഡ് റേസ് ആൻഡ് ടെയിൽ റേസ് വെൻ നോ വാട്ടർ ഈസ് ഫ്ലോയിങ്. അടുത്ത് പറയുന്നത് നെറ്റ് ഹെഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഹെഡാണ്. ഈ നെറ്റ് ഹെഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഹെഡ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ H ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ടർബൈൻ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ടർബൈൻ വർക്ക് ചെയ്യുന്ന സമയത്തിന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഹെഡിനെയാണ് നെറ്റ് ഹെഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഹെഡ് എന്ന് പറയുന്നത്. ഇനി അതുമല്ലെങ്കിൽ എങ്ങനെ പറയാം, നമുക്ക് ടർബൈൻ്റെ ഇൻലെറ്റിലോട്ട് അവൈലബിൾ ആയിട്ടുള്ള ഹെഡിനെയാണ് നമ്മൾ നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നെറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് HG - HF എന്ന് പറയാൻ പറ്റും. ഇതിൽ HG എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്ത് തന്നെയാണ്, ഗ്രോസ് ഹെഡാണ് HG എന്ന് പറയുന്നത്. HF എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ H ആണ്, സ്മോൾ ലെറ്റർ H ആണ്. HF എന്ന് പറയുന്നത് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. എന്താണ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ? ഓക്കെ, അപ്പോൾ നെറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ H = HG എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഹെഡ് മൈനസ് അവിടെ ഉണ്ടാവും ഫ്രിക്ഷൻ കാരണം ഉണ്ടാവുന്ന ലോസ് ചെയ്താൽ നമുക്ക് നെറ്റ് ഹെഡ് കിട്ടും. അടുത്ത നമ്മൾ എഫിഷ്യൻസീസിനെ കുറിച്ചാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഹൈഡ്രോളിക് എഫിഷ്യൻസി. ഹൈഡ്രോളിക് എഫിഷ്യൻസി നമ്മൾ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ηH ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പവർ, ഈ റണ്ണറിലോട്ടുള്ള ആ പവർ ഡെലിവർ ചെയ്തതും അതുപോലെ ഈ അവൈലബിൾ ആയിട്ടുള്ള ടർബൈൻ്റെ ഇൻലെറ്റിലുള്ള പവർ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെയും റേഷ്യോ എടുക്കുന്നതിന് ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് റണ്ണർ പവറിൻ്റെയും വാട്ടറിൻ്റെയും രണ്ടും പവറാണ്. ഒന്ന് റണ്ണർ പവർ, ഒന്ന് വാട്ടർ പവർ. അപ്പം റണ്ണർ പവറിൻ്റെയും വാട്ടർ പവറിൻ്റെയും റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസീസ് കിട്ടും. എന്ന് വെച്ചാൽ റണ്ണറിലോട്ടുള്ള ആ കൊടുക്കുന്ന പവർ, ഡെലിവർ ചെയ്ത പവർ, അതിൻ്റെ റേഷ്യോ, അതും അതുപോലെ തന്നെ ആ ഒരു പവർ ടർബൈൻ്റെ ഇൻലെറ്റ് പോർഷനിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ. അപ്പം ടർബൈൻ്റെ ഇൻലെറ്റ് പോർഷനിൽ എന്ന് പറയുമ്പോൾ അവിടെ വാട്ടർ അല്ലേ വരുന്നത് പവറായിട്ട്. അപ്പോൾ റണ്ണർ പവർ ബൈ വാട്ടർ പവർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസി ആണ്. ηM അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ സിമ്പിളാണ് ഈ കാണിച്ചിട്ട്, അതിൻ്റെ സഫിക്സ് M. ഇതെന്ന് പറഞ്ഞാൽ ഇതും പവർ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഷാഫ്റ്റിൻ്റെ പവറും റണ്ണറിൻ്റെ പവറിൻ്റെയും റേഷ്യോ ആണ്. എന്തിൻ്റെയാണ്? ഷാഫ്റ്റിൻ്റെ പവറിൻ്റെയും റണ്ണറിൻ്റെ പവറിൻ്റെയും റേഷ്യോനെയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് എന്തായിരുന്നു? റണ്ണറിൻ്റെ പവർ ബൈ വാട്ടർ പവർ. ഇവിടെ വന്നപ്പോൾ ഷാഫ്റ്റിൻ്റെ പവർ ബൈ റണ്ണർ പവറാണ്. കാരണം കറക്റ്റ് പറഞ്ഞാൽ പവർ, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പവർ അവൈലബിൾ അറ്റ് ഷാഫ്റ്റ് ഓഫ് ദ ടർബൈൻ ടു ദി പവർ അവൈലബിൾ അറ്റ് ദ റണ്ണർ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാഫ്റ്റിലോട്ട് അവൈലബിൾ ആയിട്ടുള്ള പവറിൻ്റെയും റണ്ണറിൽ അവൈലബിൾ ആയിട്ടുള്ള പവറിൻ്റെയും റേഷ്യോ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. വേണമെങ്കിൽ SR എന്നുള്ള ഒരു കോഡ് വെച്ച് നിങ്ങൾക്ക് പറയാം. SR, ഓക്കെ, ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവർ. അടുത്ത് പറയുന്നത് ഓവറോൾ എഫിഷ്യൻസി ആണ്. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും യഥാർത്ഥം പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ എഫിഷ്യൻസി കിട്ടും. ഔട്ട്പുട്ട് പവർ ൻ്റെയും അതുപോലെ ഇൻപുട്ട് പവറിൻ്റെയും റേഷ്യോ. അപ്പോൾ ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവറാണ് അവിടുത്തെ ഔട്ട്പുട്ട്. അതുപോലെ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിലുള്ള ഷാഫ്റ്റ് പവറാണ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ വാട്ടർ പവറാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ എടുക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് എഴുതുന്നത്? ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവറിനെയാണ് നമ്മൾ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇതിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും മെൻഷൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹൈഡ്രോളിക് എഫിഷ്യൻസി എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇൻപുട്ട് എന്നുള്ള രീതിക്കാണ്, ഇൻപുട്ട് പവറാണ് റണ്ണർ പവറായിട്ട് വാട്ടർ പവറായിട്ട് എടുക്കുന്നത്. ഇതല്ലേ നമ്മുടെ ഹൈഡ്രോളിക് ഇവിടെ വാട്ടർ പവർ. വാട്ടർ പവറിലെന്ന് പറയുമ്പം ഇൻപുട്ട് പവറാണ് നമ്മൾ വാട്ടർ പവറായിട്ട് എടുക്കുന്നത്. അതുപോലെ മെക്കാനിക്കലോട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ട് പവറായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് പവറായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം രണ്ടിൻ്റെയും റേഷ്യോ എന്ന് പറയുമ്പം എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഷാഫ്റ്റ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. സോ ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവർ എന്ന് നമുക്ക് എഴുതാം.
റണ്ണറല്ല ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതല്ലാതെ തന്നെ ഓവറോൾ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ മെക്കാനിക്കൽ എഫിഷ്യൻസിയുടെയും ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെയും പ്രോഡക്റ്റ് ആയിട്ടും നമുക്ക് ഓവറോൾ എഫിഷ്യൻസിനെ പറയാം. ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു ഹൈഡ്രോളിക് എഫിഷ്യൻസി. അടുത്ത് നമുക്ക് വോളിയോമെട്രിക് എഫിഷ്യൻസിയാണ് നോക്കേണ്ടത്. വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും വോളിയം ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ടു റണ്ണർ ബൈ വോളിയം ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ദി നോസിൽ. ഓക്കെ, അതിൻ്റെ റേഷ്യോ എടുക്കുന്നത് റണ്ണറിലോട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന വാട്ടറിൻ്റെ വോളിയവും അതുപോലെ നോസിൽ നിന്ന് കമ്മിങ് ഔട്ട് ആയിട്ടുള്ള ആ ഒരു വാട്ടറിൻ്റെ വോളിയത്തിൻ്റെയും റേഷ്യോ എടുക്കുന്നതിനെയാണ് നമ്മൾ വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുപോലെ വോളിയോമെട്രിക് എഫിഷ്യൻസിയിൽ ആ വാട്ടർ പവറിൻ്റെ ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ നോക്കി വയ്ക്കുക, ρ(G)Q(H). ഇതിൽ ശ്രദ്ധിക്കേണ്ടത് H എന്ന് പറയുന്നത് നെറ്റ് ഹെഡാണ്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? H എന്ന് പറയുന്നത് നെറ്റ് ഹെഡ് ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ടർബൈൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷനാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ ഇൻലെറ്റിലുള്ള എനർജി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റ്. ഓക്കെ, അതിൽ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഒന്ന് ഇമ്പൾസ് ടർബൈനും രണ്ടാമത്തത് റിയാക്ഷൻ ടർബൈനും ആണ്. ഫസ്റ്റ് വൺ ഇമ്പൾസ് ടർബൈൻ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിയാക്ഷൻ ടർബൈൻ. ഇമ്പൾസ് ടർബൈനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ നമ്മുടെ ഇൻലെറ്റിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ ഇൻലെറ്റിൽ അവിടെ വാട്ടർ വരുന്ന സമയത്ത് അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മാത്രമാണ്. അതുപോലെ തന്നെ ഈ ടർബൈൻസിൽ ആ നോസിൽ പോർഷൻ ഇല്ലേ, ആ നോസിൽ പോർഷൻ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിപ്പം ഈ ഒരു ഇമ്പൾസ് ടർബൈൻ അല്ലെങ്കിൽ പെൽട്ടൺ വീൽ ടർബൈൻ പറയുമ്പോൾ നോസിലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ നോസിലിൻ്റെ എൻഡ് പോർഷൻസിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വാട്ടർ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ കൈനറ്റിക് എനർജി ആയിരിക്കും ഫോം ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് റിയാക്ഷൻ ടർബൈൻ അല്ലെങ്കിൽ പ്രഷർ ടർബൈൻ ആണ്. റിയാക്ഷൻ ടർബൈൻ അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന പേരാണ് പ്രഷർ ടർബൈൻ. ഒരു കാര്യം കൂടിയുണ്ട്, ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ പെൽട്ടൺ വീലാണ്. ശ്രദ്ധിക്കുക, പെൽട്ടൺ വീൽ ടർബൈൻ ആണ് എക്സാമ്പിൾ ഓഫ് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. അടുത്തത് റിയാക്ഷൻ ടർബൈൻ അല്ലെങ്കിൽ പ്രഷർ ടർബൈൻ. റിയാക്ഷൻ ടർബൈൻ അല്ലെങ്കിൽ പ്രഷർ ടർബൈൻ ആണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഇൻലെറ്റിൽ വരുന്നതെന്ന് പറയുമ്പം കൈനറ്റിക് എനർജിയും വരും, അതുപോലെ തന്നെ പ്രഷർ എനർജിയും വരും. കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും റിയാക്ഷൻ ടർബൈൻ അല്ലെങ്കിൽ പ്രഷർ ടർബൈന് വരും. കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും ആണ് റിയാക്ഷൻ ടർബൈനിൽ വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ഫ്രാൻസിസും കെപ്ലാൻ ടർബൈനുമാണ് പറയുന്നത്. കെപ്ലാനും പ്രൊപ്പലറും പറയാം. പ്രൊപ്പലർ ഓക്കെ, ഫ്രാൻസിസ് ടർബൈൻ അതുപോലെ കെപ്ലാൻ പ്രൊപ്പലർ ടർബൈനുമാണ് മെയിനായിട്ട് എക്സാമ്പിളായിട്ട് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ്ണറാണ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ്ണറിലുള്ളതാണ്. അതിൽ ടാൻജൻഷ്യൽ ഫ്ലോ ഉണ്ട്. ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പെൽട്ടൺ വീൽ ടർബൈൻ ആണ്. അതുപോലെ റേഡിയൽ ഫ്ലോ ടർബൈൻ ഉണ്ട്. റേഡിയൽ ഫ്ലോ ടർബൈൻ പറയുന്ന സമയത്ത് അതിന് ഇൻവേർഡും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്വേർഡും ഉണ്ട്. ഇതിൽ ഇൻവേർഡ് എന്ന് പറയുമ്പോൾ ഫ്രാൻസിസും പറയണം, തോംസൺ ടർബൈനും പറയണം. എന്താണ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ? ഫ്രാൻസിസും ഉണ്ട്, തോംസൺ ടർബൈനും ഉണ്ട്. അതേസമയം ഔട്ട്വേർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്വേർഡിന് എക്സാമ്പിൾ ഫോർണിയാൻ ടർബൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്സിയൽ ഫ്ലോ ടർബൈൻ ആണ്. ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് കെപ്ലാനും പ്രൊപ്പലർ ടർബൈനും ആണ്. അതുപോലെ മിക്സഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ ആണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. മിക്സഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെ കാണും? റേഡിയലും കാണും പ്ലസ് ആക്സിയലും കൂടെ ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ മിക്സഡ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് കണ്ടുപിടിച്ച ആൾക്കാരുടെ നെയിം വച്ചിട്ടുള്ളതാണ്. നമ്മുടെ പെൽട്ടൺ വീലുണ്ട്, ഫ്രാൻസിസ് ഉണ്ട്, കെപ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ ഷാഫ്റ്റിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ഹൊറിസോണ്ടൽ ടർബൈൻ ആൻഡ് വെർട്ടിക്കൽ ടർബൈൻ. ഇനി പറയുന്നത് ഹെഡ് ബേസ് ചെയ്തിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഹെഡ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഹെഡ് ബേസ് ചെയ്തിട്ട് എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഈ ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻലെറ്റ് പോർഷനിലുള്ള ഹെഡാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്ന ലോ ഹെഡ് ടർബൈൻ ആണ്. ലോ ഹെഡ് ടർബൈൻ എക്സാമ്പിൾ കെപ്ലാൻ പ്രൊപ്പലർ ടർബൈൻ ആണ്. മീഡിയം ഹെഡ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ടർബൈൻ. ഹൈ ഹെഡ് ടർബൈൻ എന്ന് പറഞ്ഞാൽ പെൽട്ടൺ വീൽ ടർബൈൻ ആണ് വരുന്നത്.
അതുപോലെ തന്നെ സ്പെസിഫിക് സ്പീഡ് ബേസ് ചെയ്ത് പറയുമ്പോൾ ലോ സ്പെസിഫിക് സ്പീഡ് ഉണ്ട്. ലോ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുമ്പോൾ പെൽട്ടൺ വീലാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മീഡിയം സ്പെസിഫിക് ഉണ്ട്, അത് ഫ്രാൻസിസ് ടർബൈനാണ്. ഹൈ സ്പെസിഫിക് കെപ്ലാൻ, അതുപോലെ പ്രൊപ്പലറും പറയാം. ഇതിൽ തന്നെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പെൽട്ടൺ വീൽ ടർബൈനെ കുറിച്ചാണ്. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇമ്പൾസ് ടർബൈനിൽ വരുന്നതാണ് പെൽട്ടൺ വീൽ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ഫ്ലോ എന്നാണ് നമ്മൾ പറഞ്ഞത്? ടാൻജൻഷ്യൽ ഫ്ലോ ആണ്. ഇവിടെ എന്ത് ഫ്ലോ ആണ് വരുന്നത്? ടാൻജൻഷ്യൽ ഫ്ലോ. ടാൻജൻഷ്യൽ ഫ്ലോ ആണ്. ടാൻജൻഷ്യൽ ഫ്ലോ ഓഫ് ഇമ്പൾസ് ടർബൈൻ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ഹൈ ഹെഡാണ്, ലോ സ്പെസിഫിക് സ്പീഡാണ്. ഓക്കെ, ടാൻജൻഷ്യൽ ആണ്, ഹൈ ഹെഡാണ്, ലോ സ്പെസിഫിക് സ്പീഡാണ്. അതുപോലെ ഇതിന് ഒരു നോസിലുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു സ്പിയർ. എന്തൊക്കെയുണ്ട് ഇതിൻ്റെ പാർട്ട് നോക്കാം നമുക്ക്. നോസിലുണ്ട്, അതുപോലെ തന്നെ ഒരു സ്പിയർ ആൻഡ് വീലുണ്ട്, പിന്നെ ബക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ദെൻ റണ്ണറുണ്ട്, അതുപോലെ ബ്രേക്കിംഗ് ജെറ്റ് ഉണ്ട്. മെയിനായിട്ട് ഇത്രയും പാർട്ടാണ് വരുന്നത്. അതുപോലെ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ നമ്മളറിയാം ഷാഫ്റ്റിന് ചുറ്റുമാണ് ഈ പറയുന്ന റണ്ണർ പോർഷൻ വരുന്നത്. റണ്ണറിലാണ് നമ്മൾ ബക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനെ വെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ബക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഷേപ്പ് ഓഫ് ബക്കറ്റ്സ് ചോദിച്ചാൽ ഡബിൾ ഹെമിസ്പിറിക്കൽ കപ്പ് അല്ലെങ്കിൽ ഡബിൾ സെമി എലിപ്സോയിഡ് കപ്പ് എന്ന് പറയാം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ഹെമിസ്പിറിക്കൽ കപ്പ് അല്ലെങ്കിൽ നമുക്കിതിനെ ഡബിൾ സെമി എലിപ്സോയിഡ് കപ്പ് എന്ന് പറയാം. സെമി എലിപ്സോയിഡൽ കപ്പ്. ഓക്കെ, അപ്പോൾ ഷേപ്പ് ഓഫ് ബക്കറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ, ബക്കറ്റിൻ്റെ ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹെമിസ്പെറിക്കൽ കപ്പ് അല്ലെങ്കിൽ ഡബിൾ സെമി എലിപ്സോയിഡൽ കപ്പാണ്. ഇനി നോസിലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്തിനാ നോസിൽ യൂസ് ചെയ്യുന്നത്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോസിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ സ്പിയർ ആൻഡ് വീൽ എന്ന് പറയുന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പിയർ ആൻഡ് വീൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ബക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ബക്കറ്റ്സിന് നമുക്ക് എന്തെന്നും പറയാം? വെയിൻ എന്നും പറയാം. ബക്കറ്റ്സിന് നമുക്ക് വെയിൻ എന്നും പറയാം. അതേസമയം റണ്ണർ എടുക്കുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റണ്ണർ എന്ന് പറയുന്നത്. ഷാഫ്റ്റിന് മുകളിലായിരിക്കും റണ്ണർ ഇരിക്കുന്നത്, ബക്കറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റണ്ണറിലായിരിക്കും. അടുത്ത് പറയുന്ന ബ്രേക്കിംഗ് ജെറ്റാണ്. ഈ ബ്രേക്കിംഗ് ജെറ്റ് നോക്കിക്കേ, നോസിൽ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴാണോ ക്ലോസ് ആവുന്നത്, അത് ആ നോസിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വെള്ളം പുറത്തോട്ട് വരുന്നത്, ഓക്കെ, അതെന്തായിരിക്കും? 0 ആയിട്ട് വരും. ആ സമയത്ത് നമ്മുടെ റണ്ണർ പ്രവർത്തിക്കും. കാരണം ആ വെള്ളം വന്ന് ഹിറ്റ് ചെയ്യുന്നില്ല. വെള്ളം വന്ന് ഹിറ്റ് ചെയ്യാത്തടുത്ത സമയത്ത്, ഹിറ്റ് ചെയ്താലല്ലേ ഈ ഒരു ബക്കറ്റിൽ തട്ടി അത് എന്ത് ചെയ്യുള്ളൂ? റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ റിവോൾവ് എന്നുവെച്ചാൽ ഈ റൊട്ടേഷൻ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ നോസിൽസ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് വാട്ടർ കാണത്തില്ല, അവിടെ 0 ആയിരിക്കും വാട്ടർ എന്ന് പറയുന്നത്. ആ സമയത്തും ഇത് റിവോൾവ് ചെയ്യും. എങ്ങനെ? ഇനേർഷ്യ കാരണം റിവോൾവ് ചെയ്യും. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്രേക്കിംഗ് ജെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ബക്കറ്റ് നമ്മുടെ റണ്ണർ റൊട്ടേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്രേക്ക് ജെറ്റ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് നേരമൊന്നും ഇത് റൊട്ടേഷൻ ഒന്നും കാണത്തില്ല, വളരെ ഷോർട്ട് ടൈമിൽ മാത്രമേ കാണത്തുള്ളൂ. ഇനി ഇതിൽ തന്നെ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഓർത്ത് വെക്കണം. നമ്മുടെ ഇൻലെറ്റിലുള്ള വെലോസിറ്റി എത്രയാണെന്ന് നോക്കാം. വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ഇൻലെറ്റ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ V1 = CV√2gh ആണ് വരുന്നത്. CV√2gh. ഇതിൻ്റെ CVയുടെ വാല്യൂ 0.95 to 0.99 ആണ്. എന്താണ്? 0.95 to 0.99 ആണ് CVയുടെ വാല്യൂ. ഇൻലെറ്റിലുള്ള വെലോസിറ്റിയാണ് CV√2gh. ഇനി വീല് അല്ലെങ്കിൽ റണ്ണറിൻ്റെ പോർഷനിൽ വരുന്ന വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ അത് 5√2gh ആണ് വരുന്നത്. എവിടെയാണ്? വീൽ അല്ലെങ്കിൽ റണ്ണറിൽ വരുന്ന വെലോസിറ്റി 5√2gh. അറിയാലോ, ഹെഡാണ്. ഇവിടെ ഫൈയുടെ വാല്യൂ എത്രയാണ്? ഫൈ എന്ന് വെച്ചാൽ സ്പീഡ് റേഷ്യോ ആണ്. ഫൈ = സ്പീഡ് റേഷ്യോ ഒരു 0.43 to 0.48 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ വെയിൻ ഇതാണെന്ന് പറഞ്ഞില്ലേ, ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കുമല്ലോ നമ്മുടെ വെയിൻ ഇരിക്കുന്നത്. ഓക്കെ,
വെയിൻ അല്ലെങ്കിൽ നമ്മുടെ ബക്കറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതൊരു ആക്സിസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതൊരു ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുകയാണെങ്കിൽ, സോ ഇത് വെയിൻ ആംഗിളാണ്. അതുപോലെ ആ വെയിൻ ആംഗിൾ അല്ല നമ്മളിപ്പോൾ പറഞ്ഞത്, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആംഗിളിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ ആംഗിളിന് ഒരു വാല്യൂ ഉണ്ട്, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഒരു 160 to 170 ഇടയിലായിരിക്കണം. ഓക്കെ, 160 to 170 ഇടയിലായിരിക്കണം. ഒരു 165 ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്, ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ്. അപ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ 160 to 170 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി എന്താണ് പിച്ച് ഡയമീറ്റർ എന്നൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. മീൻ ഡയമീറ്റർ ഓഫ് ദ പെൽട്ടൺ വീൽ. എന്താണ് മീൻ ഡയമീറ്റർ ഓഫ് പെൽട്ടൺ വീൽ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത് മീൻ ഡയമീറ്റർ ഓഫ് ദി പെൽട്ടൺ വീൽ. അതുപോലെ തന്നെ സ്പീഡ് ഒന്ന് അറിഞ്ഞിരിക്കാം. പെൽട്ടൺ വീലിൻ്റെ സ്പീഡ് യു സ്പീഡ് ഈസ് ഈക്വൽ ടു പൈ ഡി എൻ ബൈ 60 ആണ് വരുന്നത്. പൈ ഡി എൻ ബൈ 60. ഇത് ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ വെയിൻ അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമുക്ക് നോക്കാം. ജെറ്റ് റേഷ്യോ. ഫസ്റ്റ് വൺ, ജെറ്റ് റേഷ്യോ. ജെറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിച്ചിൻ്റെയും എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് പിച്ച് ഡയ ടു ജെറ്റ് ഡയ ആണ് വരുന്നത്. എന്താണ് പിച്ച് ഡയ ടു ജെറ്റ് ഡയ? ഇതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ ജെറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 10 to 20 ഇടയിലാണ് വാല്യൂസ് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രാൻസിസ് ടർബൈൻ ആണ്. ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ ഫ്ലോയുടെ കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് അതെന്തെന്ന് പറഞ്ഞു, ഇൻവേർഡ് റേഡിയൽ ഫ്ലോ. എന്താണ് ഇൻവേർഡ് റേഡിയൽ ഫ്ലോ ആണ്. അതുപോലെ തന്നെ ഇതൊരു റിയാക്ഷൻ ടർബൈൻ ആണ്. ഇതിലുള്ളത് മീഡിയം ഹെഡാണ്, മീഡിയം ഹെഡ്. അതുപോലെ തന്നെ മീഡിയം സ്പെസിഫിക് സ്പീഡാണ് വരുന്നത്. ഇൻവേർഡ് റേഡിയൽ ഫ്ലോ ഓഫ് റിയാക്ഷൻ ടർബൈൻ, ഫ്ലോ ഓഫ് ആൻ റിയാക്ഷൻ ടർബൈൻ. റിയാക്ഷൻ ടർബൈനിൽ വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻവേർഡ് ഫ്ലോ ആണ്, റിയാക്ഷൻ ടർബൈൻ ആണ്, മീഡിയം ഹെഡാണ്, അതുപോലെ മീഡിയം സ്പെസിഫിക് സ്പീഡാണ്. ഇനി ഇതിലേതൊക്കെ പാർട്ടുണ്ടെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് കേസിംഗ് ഉണ്ട്. ആദ്യത്തേത് തന്നെ എന്താണ്, കേസിംഗ് ആണ്. അതുപോലെ തന്നെ ഗേറ്റ് മെക്കാനിസം ഉണ്ട്. ദെൻ റണ്ണർ, ഡ്രാഫ്റ്റ് ട്യൂബ്, ഇതൊക്കെയാണ് മെയിൻ പാർട്ടായിട്ട് വരുന്നത്. അതിൽ തന്നെ കേസിംഗ് നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, ഒരു സ്പൈറൽ കേസിംഗ് അല്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ സ്പൈറൽ കേസിംഗ് ആണ്, അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്പാണ്. ഏരിയ ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരുന്ന രീതിയിലായിരിക്കും നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ സ്റ്റേ വെയിനും ഗേറ്റ് വെയിൻസും, 2 വെയിൻസ് ഉണ്ട്. വെയിൻ മെക്കാനിസം എന്ന് പറയുന്നത് വെയിൻസ് 2 ടൈപ്പിലാണ് ഉള്ളത്. അതുപോലെ റണ്ണറും ഉണ്ട്. റണ്ണറിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ടർബൈനിൽ എന്തായാലും റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പാർട്ട് വേണമല്ലോ, ദാറ്റ് ഈസ് എന്താണ് റണ്ണർ. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചിരുന്നതിനേക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആവുന്ന ഫിഗർ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെയിം തന്നെയാണ് നേരത്തെയും പറഞ്ഞത്, പക്ഷേ അതിൽ വ്യൂവിൽ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ പാർട്സും കാര്യങ്ങളും ക്ലിയർ ആവുന്നത് ഈ ഇമേജിലാണ്. അപ്പം റണ്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകതയുള്ള നമ്മൾ പെൽട്ടൺ വീലിലെ കാലം ഒരു പ്രത്യേകതയുള്ളത് ഇതിൽ ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ട്. നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ, അതിൻ്റെ ഏരിയ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലും 1-2 കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഫ്ലോ റേഷ്യോയെക്കുറിച്ചാണ്. ഫ്ലോ റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി നമ്മുടെ വെലോസിറ്റി അറ്റ് ഇൻലെറ്റിൻ്റെയും അതുപോലെ √2gh എന്ന് പറയുന്ന ടേമിൻ്റെയും കൂടെ റേഷ്യോ എടുക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ വരും ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത്, VF1 ഇതെന്ന് പറയുന്നത് ഇൻലെറ്റിലുള്ള വെലോസിറ്റി ബൈ ഏത് ടേമാണ്, √2gh. ഇതിനെയാണ് നമ്മൾ ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അതേസമയം നമ്മൾ സ്പീഡ് റേഷ്യോ പറയുകയാണ്. നെക്സ്റ്റ് സ്പീഡ് റേഷ്യോ. സ്പീഡ് റേഷ്യോ എന്ന് പറയുമ്പം നമ്മുടെ ടാൻജൻഷ്യലി ഉള്ള ആ ഒരു റണ്ണറിലോട്ടുള്ള ആ ഒരു വെലോസിറ്റിയുടെയും അതുപോലെ √2gh എന്ന് പറയുന്ന ടേമിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഫൈ ഈസ് ഈക്വൽ ടു u1 ബൈ √2gh. ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.6 to 0.9 ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റണ്ണർ എടുക്കുമ്പോൾ ആ റണ്ണറിൽ എത്ര നമ്പർ ഓഫ് വെയിൻസ് ഉണ്ടെന്ന് ചോദിക്കാം. റണ്ണറിൽ എത്ര നമ്പർ ഓഫ് വെയിൻസ് ഉണ്ടെന്ന് ചോദിക്കാം. 16 to
24 ആണ് അതിലുള്ള നമ്പർ ഓഫ് റണ്ണർ വെയിൻസ് എന്ന് പറയുന്നത്.